പറഞ്ഞ കാര്യങ്ങൾ ആരെക്കുറിച്ചാണ് ചാനൽ എന്ന നമ്പർ 1 ചാനലായ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിനെയും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 റിയാലിറ്റി ഷോ ആയിട്ടുള്ള ബിഗ് ബോസ് എന്ന് പറയുന്ന എൻ്റെ മോൾ ഷൈൻ്റെ ഗ്രൂപ്പിനെ കുറിച്ചാണ്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഇവർ അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കണം. നമുക്കത് വരുമോയെന്ന് നോക്കാം. അതല്ല അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തെളിവുകൾ നമ്മുടെ മുമ്പിൽ നിരത്തണം. ഇല്ലേ? ഇത് രണ്ടും ആയിട്ടില്ലല്ലോ. ഉണ്ടോ? അപ്പം ഏതെങ്കിലും രീതിയിൽ ഒരാൾ വളർന്നു കയറി വരും. നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഒരു കുറച്ചൊരു സാധനമാണ്, നിങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വളരാൻ തുടങ്ങും. ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി എന്തെങ്കിലും ഒന്ന് വളരാനായിട്ട് തുടങ്ങുമ്പം ആരെങ്കിലും കൊണ്ടുവന്ന് എന്ത് ചെയ്യും, അതിൻ്റെ പുറത്ത് മനവിസർജ്യം തട്ടി, അത് ഞാൻ ഇതിനെക്കുറിച്ചല്ല പറയുന്നത്, കൊണ്ടുവന്ന് വെളിക്കിറങ്ങി വെക്കും അല്ലെങ്കിൽ കാക്ക കഷ്ടം തിരിഞ്ഞ് നടക്കും. അത് ചിലർക്ക് ഒരു കുറച്ച് അസഹിഷ്ണുത ഉള്ളതാണ്. അപ്പോൾ ആരാണ് ശരി എന്താണ്? കാരണം രജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് എനിക്കറിയാം, എനിക്ക് അഭിമാനമുണ്ട്. ലോക മലയാളികളിൽ ഭൂരിപക്ഷം പേർക്ക് എൻ്റെ വാക്കുകളെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷമുണ്ട്. അതുകൊണ്ട് ബിഗ് ബോസ് ഷോ തകരാനോ അത് തകർക്കാനോ അതിനെ തടയാനോ ഞാൻ സമ്മതിക്കത്തില്ല. ഷോ പൊക്കോണ്ട് തന്നെ ഇരിക്കണം. ഷോ ഗംഭീരമാണ്. ഷോ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അല്ലേ? ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന കുറേ കണ്ടസ്റ്റൻസ് ഇവർ ഈ ഷോയിൽ കയറിയതിന് ശേഷം എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ യേശുദേവൻ പറഞ്ഞ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടത്തിന് സദൃശം എന്ന് പറഞ്ഞാൽ പുറമെ ഭയങ്കര സൗന്ദര്യം കാണിക്കുക, അകം കൊണ്ട് വിഷവും മാലിന്യവും നിറഞ്ഞതുമായിട്ടുള്ള അപ്പോൾ വ്യക്തികളെ പഠിക്കാനുള്ള ഒരുപാട് സംഗതികൾ. കേട്ടോ, നമസ്കാരം. ഒരുപാട് സംഭവമുള്ളതാണ് ബിഗ് ബോസ് ഷോ. അതിൽ സമൂഹത്തിൻ്റെ പ്രതിഫലനമാണ്. പക്ഷേ ഈ സീസണിൽ അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോയത് ഒരു 3-4 കണ്ടസ്റ്റൻസ് വെളിയിൽ നിന്ന് പ്ലാനും പദ്ധതികളൊക്കെ, ആളുടെ പേരൊന്നും പറയണ്ടല്ലോ, എല്ലാം പദ്ധതിയും പ്ലാനും ഒക്കെ മെനഞ്ഞ് അവിടെ ചെന്നിട്ടുള്ള സംഭവമാണ്. ആ കഴിഞ്ഞ ദിവസം തന്നെ ആ ജിൻഡോ ബ്രോയെ എടുത്ത് എന്തുമാത്രം പീഡിപ്പിക്കുന്നു. അവൻ തൊട്ടാ കുറ്റം, അത് കുറ്റം, ഇത് കുറ്റം എന്ന് പറഞ്ഞു. നല്ല കണ്ടസ്റ്റൻസ് കുറേ ഉണ്ട്, കുറേ നല്ല കണ്ടസ്റ്റൻസ്. പക്ഷെ അവർക്ക് പോലും ഒന്ന് നേരെ പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഷോയുടെ നിലവാരം കുറയുന്നതും കൂടുന്നതും ഷോയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നതും ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാരെ കൊണ്ടല്ല, മറിച്ച് അതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ കണ്ടസ്റ്റൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഷോ പൊളിയുന്നതും അല്ലെങ്കിൽ ഷോ വിജയിക്കുന്നതും. ശരിയല്ലേ? അപ്പോൾ ഇനിയെങ്കിലും എടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള, പക്ഷേ ഇതെല്ലാം വേണം, സമൂഹത്തിൻ്റെ പ്രതിഫലനം വേണ്ടത്. അപ്പോൾ എൻ്റെ മോൾ ഷൈനോ ഏഷ്യാനെറ്റോ ഇതിനെന്തെങ്കിലും നടപടി എടുക്കുമെന്ന് നോക്കാം. അതല്ല അഖിൽ ബ്രോ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ എനിക്ക് വേഷം തരുമെന്ന് കഴിഞ്ഞ സീസണിൽ ചെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 5ാം സീസണിൽ. അതുകൊണ്ട് അഖിൽ ബ്രോക്കെതിരെ ഞാൻ പറയില്ല. അഖിൽ ബ്രോ പറഞ്ഞ കാര്യത്തിന് തെളിവുകൾ നിരത്തട്ടെ. അല്ലേ? അപ്പം ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും സൈഡിലുമല്ല, രണ്ടുപേരുടെയും സൈഡിലുമാണ്. കാരണം തെളിവ് വരാതെ എന്നെപ്പോലെ ഒരാൾ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വില നിങ്ങൾ തന്നെ ഇല്ലാതെ. ശരിയല്ലേ? ഐ ലവ് യു. നടികൾ കണ്ടോട്ടെ. സന്തോഷം. അതാണ് പറഞ്ഞത്. അത് തന്നെയാണ് പറഞ്ഞത്. ഈ നമ്മളെ മുമ്പ് ഒരു മീറ്റു പരിപാടി ഉണ്ടായിരുന്നു. അറിയാമല്ലോ, കുറേ ചില പിള്ളേർ വന്നതിന് മീറ്റു. അപ്പൊ പുതിയ കുറേ പേരിറങ്ങി വന്നു മീറ്റു. ഒരാളിന്റെ പേരുകൾ പറയണ്ടേ? വേണ്ടേ? അപ്പൊ ഇതുപോലെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെളിവ് കാണിച്ചാൽ മതി. തെളിവ് നടികൾ